കായംകുളം ഈ തവണ UDF തന്നെ പിടിക്കും. എം ലിജു കായംകുളത്തിൻ്റെ MLA ആവുകയും ചെയ്യും. കഴിഞ്ഞ 5 വർഷങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരുന്ന മന്ത്രിസഭ തുടർ മന്ത്രിസഭയ്ക്ക് പിണറായിക്കൊരു സൗഭാഗ്യമുണ്ടായി. അത് പലരും അതിൽ നിന്നും ഒരുപാട് മുതലും എടുത്തു. അത് കറക്റ്റായിട്ട് പറയാം. സാധാരണപ്പെട്ടവന് ഒരു ഗുണവും ഉണ്ടായി. LDF ജയിക്കും. ഒരു 10 വർഷത്തെ വികസനത്തിൻ്റെ ഒരു തുടർച്ച. എന്തോ നേടി എന്തോ ഉണ്ടാക്കിയെന്നാ ഇവിടെ. ഒന്നും ഞാൻ നോക്കിയിട്ട് ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. സൈറ്റ് വലിച്ചിടാം 3 പേരും. നല്ല 3 സ്ഥാനാർത്ഥികളും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമസ്കാരം. കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. നിലവിലെ MLA ആയ U പ്രതിഭയാണ് LDF സ്ഥാനാർത്ഥി. അഡ്വക്കേറ്റ് M ലിജു UDF സ്ഥാനാർത്ഥിയാണ്. തമ്പി മേട്ടുതല NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഇത്തവണ UDF മണ്ഡലം പിടിച്ചെടുക്കുമെന്ന വാശിയിലാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. കായംകുളം മണ്ഡലം ത്തിൻ്റെ മനസ്സ് ഇത്തവണ ആർക്കൊപ്പമാണ്, വിജയസാധ്യത ആർക്കാണെന്ന് നമുക്ക് ഈ നാട്ടിലെ വോട്ടർമാരോട് തന്നെ ചോദിച്ചറിയാം. അങ്ങനെയൊക്കെ ഉണ്ടോ? ഈ ബോക്സ് കായംകുളം ഇത്തവണ ആർക്കൊപ്പമാണ്? കായംകുളം ഈ തവണ UDF തന്നെ പിടിക്കും. എം ലിജു കായംകുളത്തിൻ്റെ MLA ആവുകയും ചെയ്യും. LDF അത്ര പോരെ? പോരായ്മ എന്ന് പറയുമ്പോൾ മറ്റൊന്നും കൊണ്ടല്ല, 10 വർഷമായില്ലേ, മാറ്റമൊക്കെ വേണ്ടേ. തന്നെയല്ല, സാധാരണപ്പെട്ടവർക്ക് ഇനി വേണ്ടത് UDF തന്നെ. സാധാരണപ്പെട്ട തൊഴിലാളികൾക്കൊക്കെ വേണ്ടത് UDF തന്നെ. MLA എന്ന നിലയിലെ U പ്രതിഭയുടെ പ്രകടനം എങ്ങനെയായിരുന്നു ഇവിടെ? അല്ല, പ്രകടനത്തിനും ഇന്നലെ മുഖ്യമന്ത്രി വന്നു. പ്രകടനത്തിനും കാഴ്ചപ്പാടിലൊന്നും കുഴപ്പമൊന്നുമില്ല. വികസന കാര്യങ്ങളൊക്കെ നടക്കേണ്ട വഴിക്ക് അതിപ്പോൾ ഏത് ഗവൺമെൻറ് വന്നാലും നടത്തേണ്ട പോലൊക്കെ നടത്തിയിട്ടുണ്ട്. അതിപ്പോൾ LDF എന്നോ UDF ഒന്നും ഇല്ല. പിന്നെ കഴിഞ്ഞ 5 വർഷങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരുന്ന മന്ത്രിസഭ തുടർ മന്ത്രിസഭയ്ക്ക് പിണറായിക്കൊരു സൗഭാഗ്യമുണ്ടായി. അത് പലരും അതിൽ നിന്നും ഒരുപാട് മുതലും എടുത്തു. അത് കറക്റ്റായിട്ട് പറയാം. സാധാരണപ്പെട്ടവന് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ഈ ലിജു M ലിജു ഇല്ലേ, അദ്ദേഹം എങ്ങനെയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്? നാട്ടുകാർക്ക് അയാളെ 10 വർഷത്തിന് മുമ്പ് കായംകുളം മണ്ഡലത്തിൽ 11,000 വോട്ടുകൾക്ക് പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ്. അതിനുശേഷം പ്രതിഭയ്ക്കെതിരെ ഹരിത ബാബുവിനെ ഇവിടെ മത്സരിപ്പിച്ചു. അന്ന് ഏതാണ്ട് 6000 സംതിങ് വോട്ടിന് വീണ്ടും UDF കൂടെ പരാജയപ്പെട്ടു. കായംകുളം എന്ന് പറയുന്നത് UDFൻ്റെ മണ്ഡലം തന്നെയാണ്. തച്ചടി പ്രഭാകരൻ, തുണ്ടത്തി കുഞ്ഞുകൃഷ്ണപിള്ള, MM ഹസൻ, ഇവരൊക്കെ ഒരുപാട് കാലങ്ങൾ ഇവിടെ ധനകാര്യമന്ത്രിയായിട്ടൊക്കെ തച്ചടി പ്രഭാകരൻ. കായംകുളം ഈ പ്രാവശ്യം തിരിച്ചു പിടിക്കും. കായംകുളത്ത് UDF ഉണ്ടെങ്കിൽ ഈ പ്രാവശ്യം തീർച്ചയായും M ലിജു ഇവിടുത്തെ MLA ആവും. എങ്ങനെയാണ് ഇവിടെ സാധ്യത ആർക്കാണ്? LDF ജയിക്കും. ഒരു 10 വർഷത്തെ വികസനത്തിൻ്റെ ഒരു തുടർച്ച. പിന്നെ ഈ കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ ചെയ്തതിൻ്റെ വികസന നേട്ടങ്ങളെല്ലാം ഈ മണ്ഡലത്തിലും പ്രതിഫലിപ്പിക്കും. അതുകൊണ്ട് LDF തന്നെ ഈ വർഷം ഈ മണ്ഡലത്തിൽ ജയിക്കും. ഉറപ്പാണ്, തീർച്ചയായിട്ടും. ഈ പ്രതിഭ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഇവിടെ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ്. ഇനി ഒരു 5 വർഷം കൂടെ അതിൻ്റെ തുടർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പ്രാവശ്യം M ലിജു ഇവിടെ അത് വലിയ പ്രതീക്ഷയില്ല. ഒത്തിരി വോട്ടിന് ജയിക്കുമല്ലോ. തുച്ഛമായ വോട്ടില്ലെങ്കിൽ ഈ പ്രാവശ്യം പാസ്സാകും, ജയിക്കും. അതിനുവേണ്ടി ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യും, ജയിപ്പിച്ചെടുക്കും. 10 വർഷം പ്രതിഭ ഭരിച്ചു, കുട്ടിച്ചോറായി. 2-3 പാലവും ഇതും പണിഞ്ഞ് എന്തോ നേടി എന്തോ ഉണ്ടാക്കിയെന്നാ ഇവിടെ. ഒന്നും ഞാൻ നോക്കിയിട്ട് ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ ഇലക്ഷൻ അടുത്ത സമയത്ത് താഴേക്കിടയിലുള്ള ആളുകളെയും ഉന്നതന്മാരായുള്ള ആളുകളെയും തിരിച്ചറിയുന്ന ഒരു സർക്കാർ ഇപ്പോഴാണ്. പക്ഷേ അതൊരു 10 വർഷത്തിന് മുമ്പേ ഈ രീതിയിലായിരുന്നെങ്കിൽ ഇന്നവർക്ക് യഥേഷ്ടം ജനങ്ങൾ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ ഒരുപാട് വീഴ്ചകൾ പറ്റി. അതുകൊണ്ട് ജനം ഒന്നടങ്കം ആഗ്രഹിക്കുന്നത്, എൻ്റെ കാഴ്ചപ്പാടിൽ, ഒരു ഇത് ഒരു മാറ്റം ആവശ്യമാണെന്ന്. സർക്കാർ അതെ, സർക്കാർ
കായംകുളം എങ്ങനെയാണ് ആരുടെ ഭാഗത്താണെന്ന് അറിയാമോ? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇല്ല. രണ്ട് 3 പേരും കെട്ട മത്സരമായിട്ടോ, ടൈറ്റ് മത്സരം 3 പേരും. നല്ല 3 സ്ഥാനാർത്ഥികളും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആര് ജയിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ്. MLA പഴയ MLA ആണ്. പബ്ലിസിറ്റിയുടെ കാര്യത്തിൽ MLA ഇച്ചിരി മുന്നിലാണ് നിൽക്കുന്നത്. എങ്കിലും മറ്റ് സ്ഥാനാർത്ഥികളും മോശക്കാരെന്നല്ല പറഞ്ഞാൽ മറ്റ് സ്ഥാനാർത്ഥികളും നല്ല സ്ഥാനാർത്ഥിയായ എം ലിജു നല്ല മത്സരമാണ്. പുള്ളി 4 പ്രാവശ്യം തോറ്റ വ്യക്തി ആയതുകൊണ്ട് മാനസികമായിട്ട് അദ്ദേഹത്തിന് ഒരു പ്രയാസം കാണും. പക്ഷേ ജനങ്ങൾ തിരഞ്ഞെടുക്കണമെങ്കിൽ എടുക്കട്ടെ എന്നേ നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. നല്ലൊരു പ്രവർത്തകനാണ്, നല്ല ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയാണ്, അനാവശ്യ കാര്യങ്ങളിലൊന്നും ഏർപ്പെടാത്ത ഒരു വ്യക്തിയാണ്, മാന്യമായ ഒരു വ്യക്തിയാണ്. UDFന്റെ സ്ഥാനാർത്ഥി നല്ലതാണ്. അതുപോലെ തന്നെയാണ് NDAയുടെ സ്ഥാനാർത്ഥിയാണ്, പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥിയാണ്. CPI നിന്ന് മുന്നോട്ട് പോയ ആളാണ് അദ്ദേഹം. NDAയുടെ സ്ഥാനാർത്ഥിയായി പ്രധാനമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തകനാണ് അദ്ദേഹം. NDAയുടെ സ്ഥാനാർത്ഥി കറക്റ്റ് നല്ലൊരു കാൻഡിഡേറ്റ് കൂടാണ് അദ്ദേഹം.